ഞായറാഴ്ച ആയതുകൊണ്ട് മോർണിംഗ് വ്ളോഗ് ഇടാന്ന് വെച്ചു കേട്ടോ. എല്ലാ ഞായറാഴ്ച മോർണിംഗ് വ്ളോഗ് ഇടാറുണ്ടല്ലോ. ആദ്യം എൻ്റെ ബബിൾസ് നാരങ്ങ എന്തായി നോക്കാം കേട്ടോ. ബബിൾസ് നാരങ്ങ അത്യാവശ്യം വലുതായിട്ടുണ്ട് കേട്ടോ. എത്രയാണോ കഴിഞ്ഞ തവണത്തെ ബബിൾസ് നാരങ്ങ ഇത്രയൊക്കെ ആയിട്ടുണ്ടായോ, ഒരുപാട് വലുതായില്ല. നമ്മൾ വലിയ നാരങ്ങയൊക്കെ എന്ന് പറഞ്ഞാൽ വലുതാവില്ല, അത്രയൊന്നും ആയിട്ടില്ല കേട്ടോ. എന്തായാലും ഇപ്പം ഉണ്ട് നോക്കാം. ചാമ്പയ്ക്ക പൂക്കൂലെന്ന് വിചാരിച്ചിട്ട് ഇതേ ഒരു ചെറിയ ചാമ്പയ്ക്കല്ല, 2 ചാമ്പയ്ക്കല്ല ഉണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ നോക്കട്ടെ കേട്ടോ. മുകളിലേക്ക് നോക്കുമ്പോൾ 2 ചാമ്പയ്ക്ക മൂത്തിപ്പുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ തെങ്ങി കിടക്കാം, സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ തലയും കുത്തി വീഴും. വലിയ ചാമ്പയ്ക്കയിൽ അങ്ങനെ മാറ്റമൊന്നുമില്ല കേട്ടോ. പിന്നെ കാന്താരി മുളക് അതാ ഒടിഞ്ഞു പോയ ഭാഗങ്ങൾ ഒടിഞ്ഞു പോയി കേട്ടോ. പിന്നെ ഉള്ളത് മാത്രമേ നിർത്തി വെക്കണുള്ളൂ. പിന്നെ അവിടെ മരം മുറിക്കണ്ട, അതിൻ്റെ ഒച്ച കേട്ടോ കേൾക്കണേ. ഈ ഒരാഴ്ചയായിട്ട് വലിയ മഴ ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് മഴ പെയ്തുണ്ട്. ഇന്നിപ്പോൾ അരുണ്ട് പണിയുണ്ട്, എന്തായാലും പണിക്ക് പോയി. മരം മുറിക്കണായതുകൊണ്ട് ഞാൻ പറയണ പോലെ കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയാൻ പാടില്ല. അന്യ വോയിസിൽ മരം മുറിയുടെ ഒച്ചയൊക്കെ ഉണ്ടാവും അല്ലേ. പിന്നെ ചെടികളൊക്കെ ഒന്ന് കാണിക്കാം കേട്ടോ. ഈ ചെടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെടിയില്ല, ഈ ചെടിയുടെ പേര് ഞാൻ ചോദിച്ചില്ല. എൻ്റെ ഓഫീസിൽ ജോലി ചെയ്യണ ശരണ്യാന്ന് പറഞ്ഞ ചേച്ചി പറഞ്ഞത് അവർ പറയണ കപ്പും സോസും എന്നാട്ടോ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അതും പറയണം കേട്ടോ, കമൻറ്റ് ചെയ്യണം കേട്ടോ. ബന്ദിയൊക്കെ ഒരുവിധം മുട്ടൊക്കെ വന്നു തുടങ്ങി കേട്ടോ. ബന്ദിയിലൊക്കെ മുട്ട വന്നു തുടങ്ങിയില്ലേ, അതെ എല്ലാത്തിലും മുട്ട വന്നു തുടങ്ങി. ഇതായതുകൊണ്ട് ആമ്പൽക്കുളം അത് ബന്ദിയുടെ ഇടയിലാട്ടോ വെച്ചേക്കണത്. പിന്നെ ജമന്തിയിൽ പൂണ്ടായി, ജമന്തി മാങ്ങാനാറിയിൽ പൂണ്ടായിട്ടില്ല. ബന്ദി ഏകദേശം എല്ലാത്തിലും മുട്ടായി തുടങ്ങി. പൂവുണ്ടായിരുന്ന 2-3 ഈ ചാവുട്ടി പറിച്ചു കിട്ടോ, അതാ പൂവ് കാണാത്ത. അന്നുണ്ടായാലും പൂവൊക്കെ ഉണ്ടായിട്ട് ഇതിലൊക്കെ അത് പൂവൊക്കെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. മരം മുറിക്കൽ നിന്നു തോന്നുന്നു, പറയാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ തുടങ്ങുമായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും മരം മുറിക്കുകയാണല്ലോ. അപ്പോൾ മരം ഇല്ലാണ്ടായി മൊത്തം. ഇത് നമ്മുടെ 4 മണിപ്പൂ കേട്ടോ. അത് ഇന്നലെ വൈകുന്നേരം വിരിഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇന്ന് നോക്കിയപ്പോൾ വിരിഞ്ഞിട്ടുണ്ടാവില്ല. പിന്നെ നമ്മുടെ ആന്തച്ചക്ക പോയി നോക്കാം കേട്ടോ. ആന്തച്ചക്ക ഇനി നോക്കിയിട്ട് കാര്യമില്ല, അതെല്ലാം പോയി. അതൊന്നും ഉണ്ടാവില്ല, അതെല്ലാം പൂവൊക്കെ ചാടി കിടക്കണുണ്ടോ, എല്ലാം പോയി. പിന്നെ വേറെ എന്തൊക്കെ ഇപ്പം വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ ആ മഴ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് വെയിലായിട്ട്. ഇതിപ്പോൾ ആ വീടിൻ്റെ സൈഡിലുള്ളതാട്ടോ, മറ്റേ കാന്താരിമുളക്. അത് പൂവുണ്ടാവണം, എല്ലാവരും പൂവുണ്ടാവും. പക്ഷെ വല്ല മഴ ഇത് പോകുമെന്നറിയാൻ പാടില്ല. ഞാൻ അപ്പുറത്തെ വീട്ടിലെ ഇത് കാണിച്ചു തരാം കേട്ടോ. മറ്റേ നമ്മുടെ റംബൂട്ടാൻ. ഇപ്പോൾ എൻ്റെ വീടുകളിൽ ഇപ്പോൾ റംബൂട്ടാൻ ഉണ്ടല്ലോ, 3 വർഷം കൊണ്ട് കായ്ക്കണ റംബൂട്ടാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിൽ നിൽക്കണ റംബൂട്ടാനൊക്കെ അത്രയൊക്കെ ഉള്ളൂ അതും. പക്ഷേ അത് മേടിച്ച് വെച്ച റംബൂട്ടാനായിരുന്നുകൊണ്ട് അത് പഴുത്തിട്ടുണ്ട്, ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്, പഴുത്തിട്ടുമുണ്ട്. കാണിച്ചു തരാം കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? കാരണം ചിലപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവില്ല, എന്നാലും കാണിച്ചു തരാം. ഉണ്ടായിട്ടുണ്ട്, നിറച്ചും ഉണ്ടായിട്ടുണ്ട്. ഇന്നത്തെ മോർണിംഗ് വ്ളോഗ് ഇതൊക്കെ കേട്ടോ ഉള്ളൂ.